ഹലോ 2017 SSC CHSL എക്സാമിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച മാത്സിൻ്റെ ഒരു ചോദ്യമാണിത്. അപ്പം CHSL മാത്രമല്ല SSC RRB പരീക്ഷകൾക്ക് സ്ഥിരം ചോദിച്ചു വരുന്ന ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ചോദ്യം മൊത്തം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. പലരും ആ ഒരു രീതിയിലോട്ട് പോകാതെ തന്നെ സമയമെടുത്ത് ക്വസ്റ്റ്യൻ മൊത്തം ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ചിട്ടാണ് ഓപ്ഷൻ അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുള്ള ട്രിക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ചെറിയ വീഡിയോ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബാങ്ക് ഓഫേഴ്സ് 15% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർ ഹാഫ് ഇയർ. എ കസ്റ്റമർ ഡെപ്പോസിറ്റ്സ് ₹2,400 ഈച്ച് ഓൺ 1st January and 1st July of a year. At the end of the year, the amount he would have gained by way of interest is. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഒരു ബാങ്ക് ഉണ്ട്, അവിടെ 15% ഹാഫ് ഇയർലി ആയിട്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അതായത് 15% വെച്ച് ഒരു തുക ഇട്ടാൽ 15% ഇൻട്രസ്റ്റ് വരും. അവർ പക്ഷേ 6 മാസം കൂടുമ്പോഴാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ, അതായത് ജാനുവരി 1 2,400 രൂപ ഇട്ടു. പിന്നെ ആ വർഷത്തിൻ്റെ പകുതിക്ക്, അതായത് ജൂലൈ 1 പിന്നെ ഒരു 2,400 രൂപ ഇട്ടു. അങ്ങനെയാണെങ്കിൽ വർഷാവസാനം നിങ്ങൾക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുമെന്നാണ് ചോദ്യം. ഇതിനകത്ത് പറയുന്ന 15% ഇൻട്രസ്റ്റ് ഉണ്ട്, ഹാഫ് ഇയർലിയാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ വർഷം തുടങ്ങിയപ്പോൾ അങ്ങനെ 2,400 രൂപ ഇട്ടു. പിന്നെ വർഷം പകുതിയായപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്ത് ഒരു തുകയായി. പിന്നെ വർഷാവസാനം ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്തൊരു തുകയായി. ബാക്കി എത്ര രൂപ കിട്ടും എന്ന് നോക്കാം. ഇവിടെ ഒരു വർഷം പകുതിയാകുമ്പോൾ 2,400 ഇടും. അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മളിപ്പോൾ നോക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് അവസാനം പറയാം. അപ്പോൾ 2,400 ഇട്ട് കഴിയുമ്പോൾ വർഷം പകുതിയാകുമ്പോൾ കോമ്പൗണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ എത്ര രൂപ കിട്ടും? 2,400 വർഷം പകുതിയാകുമ്പോൾ ഈ 15% ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ എത്രയാണ്? 2,400 15 എന്ന് പറയുമ്പോൾ 240, 120 കൂടെ 360 രൂപ കിട്ടും അല്ലേ ഇൻട്രസ്റ്റ് ആയിട്ട്. പിന്നെ ഈ വർഷം അവസാനിക്കുമ്പോൾ പിന്നെയും കോമ്പൗണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ എത്ര കിട്ടും? 15% തന്നെ ആദ്യം കിട്ടും, 360 രൂപ കിട്ടും. പിന്നെ ഈ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റിൻ്റെ 15% കൂടെ കിട്ടും. എത്രയാണ്? 360ൻ്റെ 15% എന്ന് പറയുമ്പോൾ 36, 18, 54 രൂപയും കൂടെ കിട്ടും. ഓക്കെ, ടോട്ടൽ എത്രയായി? 360, 54 774 രൂപ കിട്ടും. ഓക്കെ, ഈ 2,400 രൂപ വർഷത്തിലെ ആദ്യം ഇട്ട 2,400 രൂപ കാരണം ഈ വർഷം അവസാനിക്കുമ്പോൾ 774 രൂപ ഇൻട്രസ്റ്റ് മാത്രം കിട്ടും. ഓക്കെ, അപ്പോൾ തന്നെ ഈ 2 ഓപ്ഷൻ തെറ്റായല്ലോ. 567 അല്ല, 283 അല്ല, അതിനേക്കാളും മുകളിലാണ് 774. ഇത് മൊത്തം ഇൻട്രസ്റ്റ് ഇല്ല. ബാക്കി ഒരു 2,400 രൂപ വർഷം പകുതിയാകുമ്പോൾ ഇടുന്നുണ്ട്. അതിന് ഇൻട്രസ്റ്റ് നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, അതെന്തായാലും 774ൻ്റെ ടോട്ടൽ കൂട്ടി കഴിയുമ്പോൾ ഇതിനേക്കാളും കൂടുമല്ലോ. ഈ ഇൻട്രസ്റ്റ് കൂടെ വന്നു കഴിയുമ്പോൾ 774 മുകളിൽ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ഓപ്ഷൻ ഇല്ല, തെറ്റാണ്. ഇനി ഒരു കാര്യം കൂടെ നോക്കി. എന്തായാലും വർഷം മൊത്തം ഇട്ടപ്പോൾ 774 രൂപ കിട്ടി. അങ്ങനെയാണ് ഈ 2,400 രൂപ വർഷം പകുതി വർഷം ഇടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 774 കുറവായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം നോക്കി, 774 ഡബിൾ ചെയ്താൽ തന്നെ 1000 എത്ര വരുന്നുണ്ട്? 1,548 രൂപ കിട്ടുന്നുണ്ട് അല്ലേ. അത്ര കിട്ടത്തുള്ളൂ. ഇത് ഡബിൾ ചെയ്താൽ തന്നെ. ഡബിൾ ചെയ്യത്തില്ല. ഈ 2,400 രൂപൻ്റെ പകുതി വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ എന്തായാലും കുറവായിരിക്കും. അപ്പോൾ ഇത് ഡബിൾ ചെയ്താൽ തന്നെ 1,548 വരുന്നുള്ളൂ. അപ്പോൾ ഈ 2,268 എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണല്ലോ. അത്രയും വരത്തില്ലല്ലോ. ബാക്കി ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി, 1,134 ആണ് ഉത്തരം. ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ. ഇനി ഈ 2,400ൻ്റെ പകുതി വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ കാണണം നിർബന്ധമാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ എത്ര? 2,400ൻ്റെ 15% കണ്ടാൽ മതി, 360 രൂപയും കൂടെ. അപ്പോൾ 774 360 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും 1,124 കിട്ടും. അതുകൊണ്ട് കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇരട്ടി എടുത്താൽ തന്നെ 1,548 വരുന്നുള്ളൂ. ഇരട്ടി എന്തായാലും വരത്തില്ല, 360 വരത്തുള്ളൂ. അപ്പം ഈ 548 എന്ന് പറയുന്നതാണ് ഉത്തരം. 1,124 എന്ന് പറയുന്നതാണ് ഉത്തരം. അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇത്ര പകുതി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് എത്താൻ പറ്റുന്ന ചോദ്യമാണെങ്കിൽ, ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്ന ചോദ്യമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.